എനിക്ക് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇബ്നു ബുക്കൈല തങ്ങൾ പാവപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ സദഖ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്തതിന്റെ പേരിൽ ഇബ്നു ബുക്കൈല തങ്ങൾ കരയുകയാണ്, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്, ഇഴയുകയാ. അടുത്ത യഹൂദിയാണ് താമസിക്കുന്നത്. യഹൂദികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഇബ്നു ബുക്കൈല തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഇബ്നു ബുക്കൈല റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഇബ്നു ബുക്കൈലിനോട് ചോദിച്ചു, നിനക്ക് കാലില്ലല്ലോ, ഒറ്റ കയ്യനല്ലേ, നീ എന്ത് ജോലി ചെയ്യാനാ? ഈ കാണുന്ന ഈന്തപ്പന മരങ്ങൾക്ക് നീ വെള്ളം കോരി നനയ്ക്കൂ. യഹൂദി കളിയാക്കി പറഞ്ഞതാണ്. ബുക്കൈല റളിയല്ലാഹു തആല അൻഹു വെള്ളം കോരുന്ന തൊട്ടിയും എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നു. തൊട്ടി കിണറ്റിലേക്ക് ഇടുകയാണ്. വെള്ളം നിറഞ്ഞു കഴിയുമ്പോ വലത് കൈ കൊണ്ട് വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ലല്ലോ. കയറിങ്ങനെ വായിലേക്ക് കൊണ്ടുവന്നിട്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് പിന്നെയും വലിക്കും. അതിന്റെ ചുവട്ടിലേക്ക് നിരങ്ങി പോയി ഒഴിക്കുകയാണ്. യഹൂദി തന്റെ വീടിനകത്തേക്ക് കടന്നുപോയി. ഇബ്നു ബുക്കൈല തങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുകയാ. കുറച്ചു സമയം കഴിഞ്ഞിട്ട് യഹൂദി വീടിന്റെ വെളിയിലേക്ക് വരുമ്പോ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ഇബ്നു ബുക്കൈല തങ്ങളെ കാണാറില്ല. യഹൂദി ഭയന്നു പോയി. ഓടിക്കിണറ്റിന്റെ ചുവട്ടിലേക്ക് വരുമ്പോ രക്തത്തിന്റെ അടയാളം കാണുകയാ. ഇബ്നു ബുക്കൈല തങ്ങള് ഒരു മരത്തിന്റെ ചുവട്ടിലെ രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുകയാ. അവിടെ ഭൂതി ഭയന്നു പോയി. ഓടിച്ചെന്ന് വെള്ളമെടുത്തുകൊണ്ട് വന്ന് ഇബ്നു ബുക്കൈല തങ്ങളുടെ മുഖത്തൊടികയാണ്. യഹൂദി ചോദിക്കുന്നു, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, എന്തിനാ നീ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നടക്കാൻ കാലില്ലാതെ മണ്ണിലൂടെ നിരങ്ങി തുടയിലെ തോലുരിഞ്ഞു പോയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ.